തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ ഒളിവിൽ കഴിയുന്ന സഹപ്രവർത്തകൻ സുഗാന്തിനെതിരെ ബലാത്സംഗ കേസും പോലീസ് രജിസ്റ്റർ ചെയ്തു. പീഡനത്തിന് തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് പോലീസിന്റെ നടപടി. IB ഉദ്യോഗസ്ഥയെ സഹപ്രവർത്തകൻ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിരുന്നുവെന്ന് പിതാവ് പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച തെളിവുകളും പോലീസിന് കൈമാറിയിരുന്നു. 2024 ജൂലൈയിൽ യുവതി അബോർഷൻ നടത്തിയതിന്റെ ആശുപത്രി രേഖകൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിനിടെ കഴിഞ്ഞ ദിവസം സുഗാന്ത് മുൻകൂർ ജാമ്യ ഹർജിയും സമർപ്പിച്ചിരുന്നു. യുവതിയെ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും യുവതിയുടെ വീട്ടുകാരാണ് തടസ്സം സൃഷ്ടിച്ചതെന്നുമാണ് സുഗാന്ത് പറഞ്ഞത്. എന്നാൽ യുവതിയുടെ കുടുംബം ഇത് പൂർണ്ണമായും നിരാകരിച്ചു. സുഗാന്തിന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും സുഗാന്തിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമെന്നും യുവതിയുടെ അച്ഛൻ പോലീസിനോട് വ്യക്തമാക്കി. വിവാഹാലോചനയുമായി സുഗാന്തിന്റെ വീട്ടുകാർ എത്തിയിരുന്നില്ലെന്ന് യുവതിയുടെ മാതാപിതാക്കൾ പറഞ്ഞിരുന്നു. IB ഉദ്യോഗസ്ഥയെ മാർച്ച് 24-നാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടത്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വിമാനത്താവളത്തിൽ നിന്നിറങ്ങിയ യുവതി തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു. ജയന്തി ജനത എക്സ്പ്രസിന് മുന്നിലാണ് ചാടിയത്. ജീവനൊടുക്കുന്നതിന് തൊട്ടുമുൻപ് പാളത്തിലൂടെ നടക്കുമ്പോൾ 4 തവണയാണ് യുവതി സഹപ്രവർത്തകനുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അതേസമയം എടപ്പാൾ സ്വദേശി സുഗാന്ത് സുരേഷ് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സർക്കാരിൽ നിന്ന് വിശദീകരണം തേടി. അറസ്റ്റ് തടയണമെന്ന അപേക്ഷയിൽ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല. യുവതിയുടെ മരണത്തിൽ കുഞ്ഞികൃഷ്ണന്റെ പങ്ക് സംശയിക്കുന്നതായി കാണിച്ച് യുവതിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് ഹർജിയിൽ പറയുന്നു. അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നും എന്നാൽ യുവതിയുടെ കുടുംബം ആ ബന്ധത്തെ എതിർത്തു. കുടുംബം യുവതിയെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുകയായിരുന്നുവെന്നും ഇത് യുവതിക്ക് കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയെന്നും യുവതി ജീവിതം അവസാനിപ്പിച്ചാൽ അത് മാതാപിതാക്കളുടെ എതിർപ്പിന്റെ ഫലമാകുമെന്നും ഹർജിയിൽ പറയുന്നു. സുഗാന്ത് അബോർഷനു വേണ്ടി യുവതിയെ ആശുപത്രിയിൽ എത്തിച്ച് വ്യാജരേഖകൾ കെട്ടിച്ചമച്ചാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ഇരുവരും വിവാഹിതരായെന്ന് തെളിയിക്കുന്ന രേഖകളാണ് വ്യാജമായി തയ്യാറാക്കിയത്. വ്യാജ കല്യാണ ക്ഷണക്കത്തടക്കം പോലീസ് കണ്ടെടുത്തു. 2024 ജൂലൈയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അബോർഷൻ നടത്തിയതെന്നും പോലീസ് പറയുന്നു. 3.25 ലക്ഷത്തോളം രൂപയാണ് IB ഉദ്യോഗസ്ഥയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് പലതവണയായി ക്രെഡിറ്റായത്. അബോർഷൻ ചെയ്തതിനു ശേഷം യുവതിയുമായുള്ള പ്രണയബന്ധത്തിൽ നിന്നും സുഗാന്ത് പിന്മാറിയതായും പോലീസ് കണ്ടെത്തി. കല്യാണം കഴിക്കുവാൻ താൽപ്പര്യമില്ലെന്ന് വ്യക്തമാക്കുന്ന സന്ദേശങ്ങൾ യുവതിയുടെ അമ്മയ്ക്കാണ് സുഗാന്ത് അയച്ചതെന്നും പോലീസ് പറഞ്ഞു. ഇതിനെ തുടർന്ന് സുഗാന്തും യുവതിയും തമ്മിൽ തർക്കങ്ങളുണ്ടായി. ഇതിന്റെ നിരാശയിലാണ് IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയ്ക്ക് കാരണമായതെന്ന് പോലീസ് സംശയിക്കുന്നു. യുവതിയുടെ ബാഗിൽ നിന്ന് തന്നെയാണ് സുഗാന്ത് വ്യാജമായി തയ്യാറാക്കിയ വിവാഹക്ഷണക്കത്ത് പോലീസ് കണ്ടെത്തിയത്. സുഗാന്തിന്റെ മുൻകൂർ ജാമ്യത്തെ എതിർക്കുന്നതിനായി പോലീസ് നിലവിലെ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ കോടതിയിൽ സമർപ്പിക്കും. അബോർഷൻ ഉൾപ്പെടെയുള്ള നിരവധി തെളിവുകളും യുവതിയുടെ കുടുംബത്തിൽ നിന്നും ശേഖരിച്ച് കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ ദിവസമാണ് യുവതിയുടെ മരണത്തിൽ സുഗാന്തിനെതിരെ കുറ്റം ചുമത്തിയത്. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ എന്നീ കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥനായ സുഗാന്ത് നിലവിൽ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്.